സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായം 18-ാം വാക്യം നമ്മൾ വായിക്കുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. ആരുടെ അടുക്കൽ? ദൈവ വചനത്തിൻ്റെ അടുക്കൽ. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും ലഭിക്കുന്നത് ആർക്കാണ്? ദൈവ വചനം സ്വന്തമാക്കുന്നവനാണ് ഇതെല്ലാം ലഭിക്കുന്നത്. ദൈവ വചനമനുസരിച്ച് ജീവിക്കുന്നവന് സമ്പത്ത് ലഭിക്കുന്നു, ബഹുമാനം ലഭിക്കുന്നു, നിലനിൽക്കുന്ന ധനം ലഭിക്കുന്നു. കയ്യിൽ വന്നിട്ട് ചോർന്നു പോകുന്ന ധനമെല്ലാം നിലനിൽക്കുന്ന ധനം, നിക്ഷേപമായി നിലനിൽക്കുന്ന ധനം ലഭിക്കുന്നു. അത് ഐശ്വര്യമായി മാറുന്നു. അത് സകല മേഖലകളിലേക്കും പടരുന്ന സമ്പന്ന